പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം. മോശെ ജനിക്കുന്നു. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണ ചെടികൾക്കിടയിൽ പേടകം കൊണ്ടുവന്ന് വെച്ചു. അവന് എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറേ അകലെ കാത്തുനിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണ ചെടികൾക്കിടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്കു വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെയാവട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്കു വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്നു പേരിട്ടു. മോശ ഒളിച്ചോടുന്നു. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ 2 ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു. തെറ്റു ചെയ്തവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരൻ അടിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോശ ഭയപ്പെട്ടു. ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു. ഫറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദിയാൻ നാട്ടിലെത്തി. അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. അവർ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു. അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു. എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അവർ പിതാവായ റവുവേലിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു. അവൻ ഞങ്ങൾക്കു വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു. റവുവേൽ ചോദിച്ചു, അവനെവിടെ? നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു? അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു. അവളൊരു പുത്രനെ പ്രസവിച്ചു. ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്നു പറഞ്ഞ് മോശ അവന് ഗർഷോം എന്നു പേരിട്ടു. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു.